എഴുത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടല്ലേ ഇപ്പം? കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതല്ല, ഞാൻ പണ്ട് പഠനത്തിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പാരലലി സിനിമ ബാക്കിയെല്ലാം നടക്കുന്നു. ഇപ്പോൾ ആ പഠനത്തിന് ആ സ്പേസിലേക്ക് കൂടുതലിപ്പോൾ എഴുത്ത് കടന്നു വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ലെനയുടെ ഒരു ഒരു മുൻ ഇതൊക്കെ എന്തോ ഇത് ഐ മീൻ പൂർവ്വ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 തൊട്ട് സ്കോളർഷിപ്പ് പഠിച്ച് വരുന്നു, BA റാങ്ക് മേടിക്കുന്നു. അതെ, BSc. അപ്പം പിന്നെ ഒരു 16-ാം വയസ്സോട്ട് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് ജീവിക്കുന്നു. പിന്നീട് ഒരു 20കൾ കഴിയുമ്പോഴത്തേക്കും വിവാഹം കഴിയുന്നു. അതിനുശേഷം ഒരു 20 ഏർലി 20s തന്നെ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് കൊണ്ട് സ്വയം ഒരു തിരിച്ചറിവിലേക്ക് എത്തുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ മുൻപുള്ള ഈ യോഗി എന്ന് നമ്മൾ വിളിക്കുന്ന ഒരുപാട് പേരിലും ഈ ഒരു ടീനേജ് കാലഘട്ടങ്ങളിലാണ് അവരുടെ ഉള്ളിൽ പല രീതിയിൽ തിരിച്ചറിവുകൾ വരുന്നത്. അവരൊക്കെ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ആക്ച്വലി ലെന ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പം ലെന തൊട്ടതെല്ലാം ഒരു പക്ഷേ പൊന്നെന്ന് തന്നെ നമുക്ക് വേണ്ടി പറയാം. പഠിത്തത്തിൽ റാങ്കാണ്, ഈ അഭിനയത്തിലും ടോപ്പിൽ തന്നെയാണ്. തിരിച്ചറിവുകൾ വരുന്നു. ഈ തിരിച്ചറിവുകളിൽ ഇപ്പം ഞാൻ എന്താണ്, ഞാൻ തന്നെയാണ് ദൈവം, ഈ തിരിച്ചറിവുകൾ വരുന്നു. ശരിക്കും എന്താണ് നമ്മൾ ഓരോ ജന്മത്തിനും ഓരോ ലക്ഷ്യമുണ്ടെന്ന് പറയില്ല. ഇപ്പം ലെനയുടെ ഒരു കാറ്റഗറിയിൽ പെടുന്ന കുറച്ച് ആളുകളെ നമ്മളുടെ സമൂഹത്തിലുണ്ടാവുള്ളൂ. അവരെല്ലാം തന്നെ മറ്റൊരു തലത്തിൽ എത്തിപ്പെട്ടവരാണ്. ഇപ്പം നമ്മൾ ഈ യോഗി എന്ന് തന്നെ പറയുന്ന കാറ്റഗറിയിൽ ഒരു ഒരു ഉദ്ദേശം എന്നൊക്കെ പറയുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? അതെ, നമ്മുടെ പേർപ്പസാണ് ഈ ബുക്കിൽ. വൈ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പറയുന്ന കാര്യമാണത്. എന്നുവെച്ചാൽ ഇത് ഒരു പഴുത്ത മാങ്ങയാണ്. ബാക്കിയുള്ളവർ കണ്ണിമാങ്ങ മുതൽ ഈ പഴുത്ത മാങ്ങ വരെയുള്ള സ്റ്റേജിലുള്ള ആൾക്കാരാണ്. അതിലൊരു സുപ്പീരിയോറിറ്റി ഇല്ല അതിൽ. ഈ കണ്ണിമാങ്ങ കുറച്ച് കഴിയുമ്പോൾ വളർന്ന് വലുതായി പഴുക്കും, എന്നിട്ട് പിന്നെ വീഴും. ആ വീഴ്ചയാണ് നമ്മൾ പറയുന്നത് യു വോണ്ട് കം ബാക്ക് ടു ദി എർത്ത് അഗെയിൻ, ടു ദ വേൾഡ് അഗെയിൻ എന്നാണ് സ്പിരിച്വാലിറ്റിയിൽ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്നേക്സ് ആൻഡ് ലാഡേഴ്സിൻ്റെ കളിയാണ്. സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് കളിച്ച് 100 നമ്മൾ ഇറങ്ങി ഗെയിമിൽ നിന്ന്. ആ ഒരു അവസ്ഥയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു സ്റ്റേറ്റ് ഓഫ് സോൾസ് മെച്യൂരിറ്റിയാണ് നമ്മൾ ഈ പറയുന്ന യോഗി സ്റ്റേറ്റ്. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഇത് ലാസ്റ്റ് ലൈഫ് ടൈം ആണെന്ന് നമുക്ക് തോന്നും, ബിക്കോസ് അറിവ് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ നിമിഷത്തിലും ആ ഒരു അവസ്ഥയിൽ സ്ഥായിയായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് നടന്നുകൊണ്ടിരിക്കുകയും അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ശരീരം വിട്ടു പോകേണ്ടി വന്നാൽ ഇനിയൊരു ശരീരം എടുക്കേണ്ടി വരും. ദാറ്റ്സ് അനദർ ലൈഫ് ടൈം. ബിക്കോസ് ആ സോളിൻ്റെ ജേർണിയാണ് മെച്യൂരിറ്റിയുടെ. അത് പ്രകൃതിയാണ്, പ്രകൃതിയുടെ നിയമങ്ങളാണ് ഇതൊക്കെ. പലരും 18 ജീവിതം ജീവിച്ച് വരുന്ന യോഗിമാരെ പറ്റി പല ബുക്കുകളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഐ മീൻ ഒന്നല്ലെങ്കിൽ മറ്റൊതിൽ അതേ സോൾ തന്നെ ആയിരിക്കും എന്നൊക്കെ. അപ്പം അത് പല ഡിബേറ്റബിൾ ടോപ്പിക്കായിട്ടും അത് ഡിസ്കഷനിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇത് വായിച്ചിട്ടുള്ളവർക്ക്, അപ്പോൾ യോഗിയുടെ ആത്മകഥ തന്നെ വായിച്ചിട്ടുള്ളവർക്ക് ഒരുപാട് പേർക്ക് അവരുടെ ലക്ഷ്യം തന്നെ മാറ്റിവിട്ട ബുക്കാണ് യോഗിയുടെ ആത്മകഥ. അതെ, ഇതിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ മുമ്പും ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ ബുക്കിൽ ഞാൻ എഴുതിയിരിക്കുന്നത് എൻ്റെ കാഴ്ചപ്പാടുകൾ മാത്രമാണ്. എൻ്റെ കാഴ്ചപ്പാടുകൾ ലെന എന്ന മനുഷ്യജീവിയുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് കുറച്ച് കറപ്റ്റഡ് ആയിട്ടുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ, നമ്മളെല്ലാവരും നമ്മുടെ കാഴ്ചപ്പാടിലൂടെ മാത്രമാണ് നമ്മൾ പറയുന്ന ലോകം അറിയുന്നത്. നമ്മൾ അതേ കാഴ്ചപ്പാടില്ലാത്ത ഒരാളുടെ അടുത്ത് അത് പ്രകടിപ്പിക്കുമ്പോൾ അവർക്ക് ഒരുപക്ഷെ വട്ടായിട്ട് തോന്നാം, അവർക്ക് ഭയങ്കര അത്ഭുതകരമായിട്ട് തോന്നാം, അവർക്ക് കംപ്ലീറ്റ് സിങ്കായിട്ട് തോന്നാം. അത് അവരുടെ കാഴ്ചപ്പാടുമായിട്ട് ചേർന്നിരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അവരുടെ ലോകവും നമ്മുടെ ലോകവും വളരെ സിമിലർ ആയതുകൊണ്ട്. ഒരു സ്ഥായിയായ ലോകമില്ല എന്നുള്ളതാണ് നമ്മുടെ തിരിച്ചറിവ് ഇന്ന്. ദാറ്റ് എല്ലാം നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ് ആണ്, പോയിന്റ് ഓഫ് വ്യൂ ആണ്, നമ്മുടെ മാത്രം പേഴ്സ്പെക്റ്റീവാണ് എല്ലാം. അപ്പോൾ ഈ ബുക്കിലൂടെ ഒരു വളരെ ഓൾറൗണ്ടഡ് ആയിട്ടുള്ള ലെനയുടെ പേഴ്സ്പെക്റ്റീവ് എത്രയും വരാതെ വളരെ ബ്ലാൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് കൊടുക്കാനാണ് നോക്കിയിട്ടുള്ളത്. വായിക്കുന്ന ആൾക്ക് അതിലേക്ക് അവരുടെ പേഴ്സ്പെക്റ്റീവ് ഇടാൻ പറ്റണം. ആ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം ഈ ബുക്ക് വായിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, ഇതിൻ്റെ അകത്തൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 2004 സെപ്റ്റംബർ 3. ആ ദിവസം ഒന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞു. അതിൽ ബുക്കിൽ എഴുതിയ കുറച്ചധികം കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളും നമുക്ക് വാക്കുകൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത, നമ്മുടെ ഉള്ളിലുള്ള സംസാരം കൊണ്ട് വെർബലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ദിവസം ഒന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ആ ദിവസം ഓർത്തെടുക്കാൻ പറഞ്ഞാൽ ആക്ച്വലി എനിക്ക്
ഈ തിരിച്ചറിവിന് ശേഷമുള്ള സമയം ഓർമ്മയുള്ളൂ. അതിനു മുന്നേ ഉള്ളത് ഞാനല്ല. ഈ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ മുന്നിലിരിക്കുന്ന മൈൻഡിന് അതത്ര ക്ലിയർ അല്ല. എന്ന് വെച്ചാൽ അതുവരെ ഉള്ള ആൾ ഈ ഒരു വളരെ വേഗായിട്ടുള്ളൊരു വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു 22 ഇയർ ഓൾഡ്, ഒരു 22 വയസ്സുകാരി, വളരെ സാധാരണമായിട്ടുള്ളൊരു പെൺകുട്ടി, പഠിക്കും, മിടിക്കുകയാണ്, ഇതൊക്കെ അറിയുള്ളൂ. അല്ലാതെ ആ നിമിഷങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇത്ര എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഈ സൈക്കഡലിക് മഷ്റൂംസ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ സൈലോസൈബിൻ കഴിച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നു. അതിൻ്റെ മേലെ കാട്ടിലിരുന്നുകൊണ്ട് അവിടെ മെഡിറ്റേഷനിലേക്ക് ഇരിക്കുമ്പോൾ സങ്കല്പം വെക്കുന്നത് എനിക്ക് ദൈവം എന്താണെന്ന് അറിയണം. ഐ വോണ്ട് ടു നോ വാട്ട് ഈസ് ഗോഡ് ഡയറക്റ്റ്ലി എന്ന് ചോദിച്ചിട്ടാണ് മെഡിറ്റേഷനിൽ ഇരിക്കുന്നത്. അതിനുശേഷം ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നു. പക്ഷേ ഞാനിത് എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആൾക്കാർ ചോദിക്കില്ല നിങ്ങൾ എന്തിനാ ഇത്ര വൾണറബിളായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാനിത് എഴുതിയിരിക്കുന്നത് ഇപ്പോഴത്തെ സമൂഹത്തിൽ കുട്ടികളും യങ്സ്റ്റേഴ്സും ഭയങ്കരമായിട്ട് ഈ കെമിക്കൽസിനും നാർക്കോട്ടിക്സിനും അടിമ ആവുന്നുണ്ട്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ് എന്ന് വെച്ചാൽ ചിത്തഭ്രമത്തിൻ്റെ വക്കിലുള്ള ഒരു എസ്കേപ്പാണ് എനിക്ക് കിട്ടിയത്. മനസ്സിലായി. അതെനിക്ക് 18 വർഷം എടുത്തു അത് ഫുള്ളി അതിന്ന് റിക്കവറായിട്ട് ഈ ബുക്ക് എഴുതുന്ന അവസ്ഥ വരെ എത്താൻ. എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി കിട്ടിയ അറിവിനെ നമുക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും വലിയൊരു അറിവാണ്. ഒരു സാധാരണ ഒരു മൈൻഡിന്, ഒരു ബ്രെയിനിന് പെട്ടെന്ന് ഇത്രയും ഇൻഫർമേഷൻ വന്നാൽ അത് ചെതറിപ്പോവും. ബിക്കോസ് ഒരു ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഞാനിതൊരിക്കലും ആരും അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. ഇത് ഞാൻ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക മാത്രമല്ല, വളരെ സ്ട്രിക്റ്റായിട്ട് ഇതിൽ ഞാൻ പറയുന്നുണ്ട്, പ്ലീസ് ഡു നോട്ട് ഡു ദീസ് തിങ്സ്. എനിക്ക് അബദ്ധവശാൽ ഒരു 1% ചാൻസിൽ രക്ഷപ്പെട്ടു പോയ ആളാണ് ഞാൻ. ഇപ്പോഴത്തെ പിള്ളേർ ഇത് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ലാക്ക് ഓഫ് കണക്ഷൻ. നമ്മൾ ഈ ഡിജിറ്റൽ മീഡിയ ഒക്കെ ഇതിലൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതായത് എലികളെ ഒരു റാറ്റ് പാർക്ക് ഉണ്ടാക്കി, അവർക്ക് കളിക്കാനും തിരിയാനും മറിയാനും ഒക്കെ ഉള്ള കുറേ റാറ്റ് പാർക്ക്, അവർക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉള്ള ഫുഡൊക്കെ അമർത്തിയ ഫുഡ് കിട്ടും, അങ്ങനത്തെ ഒരു സ്ഥലം. അതിൻ്റെ അപ്പുറത്ത് ഒന്നുമില്ല. അതിൽ വെറുതെ ഒരു ലീവർ അമർത്തിയാൽ ഒരു മയക്കുമരുന്ന് എന്തെങ്കിലും, ഒരു ഐ തിങ്ക് ഇറ്റ് വാസ് കൊക്കെയിനോ എന്തോ ആണ് അവർ യൂസ് ചെയ്തത്. ഈ റാറ്റ് പാർക്കിലും ബാക്കി എല്ലാ സാധനങ്ങളുടെ ഇടയിൽ അതുണ്ട്, അതേ ലീവറുണ്ട്. ഈ ഒന്നുമില്ലാത്ത ടാങ്കിൽ ഇരുന്ന എലി 24 മണിക്കൂറും ഈ ലീവർ തന്നെ അമർത്തി അത് കഴിച്ചാൽ അവിടെ മരിച്ചു. ബിക്കോസ് മയക്കുമരുന്ന് മാത്രമേ ഉള്ളൂ അവിടെ, വേറെ ഒന്നുമില്ല. മറ്റിടത്ത് പാർക്കുണ്ട്, ഓടി കളിക്കാം, ഇത് ചെയ്യാം, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, ഫുഡുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. ഈ എലി ഒരിക്കൽ പോലും ആ മറ്റേ ടാപ്പ് തൊട്ടില്ല.